പേരിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥിരമായിട്ട് അമ്മൂനെ വന്ന് ഇപ്പോൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ കാണുന്ന എല്ലാവരും പറയാറുണ്ടായിരുന്നു പെൺകുട്ടിയാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചും കൂടിയും ഫോക്കസ് ചെയ്തത് ഒരു ഗേൾ നെയിം കണ്ടുപിടിക്കാനായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഗേൾ നെയിം റെഡി ആയിരുന്നു. അപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട് ഇൻ കേസ് മോനാണെങ്കിൽ നമുക്ക് ഓൺ ദ ഡേ ഓഫ് പ്രഗ്നൻസി അവനെ കണ്ടിട്ട് എന്ത് പേര് വരണോ നമുക്ക് ആ പേര് വിളിക്കാമെന്ന് പറഞ്ഞു. ഒരുപാട് മണിക്കൂറുകൾ നമ്മൾ ഇങ്ങനെ നിന്ന് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇയാളെ അവസാനം കയ്യിൽ കിട്ടുമ്പോൾ ഒരു അനുഭവം തന്നെയാണത്. ആ സമയത്തെന്ന് പറഞ്ഞാൽ രാവിലെ 2:30 അമ്മു ലേബർ റൂമിൽ കയറിയതാണ്. അപ്പോൾ ഒരു 2:30 AM കയറിയിട്ട് മോനെ ഞങ്ങൾ കാണുന്നത് 8:45. അപ്പോൾ ഒരു 10-15 മണിക്കൂർ ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണ്, എന്താ ഉള്ളിൽ നടക്കണേന്ന് അറിയാതെ. 3-4 വട്ടം കൂടെ കയറിയിരുന്നു. അപ്പോൾ ലാസ്റ്റ് അത്രയും നേരത്തിന് ശേഷം ഇവനെ ഡോക്ടർ ഇതാ മോൻ എന്ന് പറഞ്ഞ് കൈ തന്നപ്പോൾ ശരിക്കും ഞാൻ ഡോക്ടറെയും കണ്ടില്ല, ആരെയും കണ്ടില്ല. ഞാൻ ലിറ്ററലി എന്നെ കണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. മോനെ പോലും ഞാൻ അപ്പോൾ ശരിക്കും കാണാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ആഗ്രഹമാണ് പേരിന് 3 പാർട്സ് വേണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് പേര് ചൂസ് ചെയ്തത്. പിന്നെ പേര് ലൈക്ക് ഒരു എന്താ പറയുക ടൈംലെസ് ഉള്ള ഒരു പേരാണ് ഫീൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് എപ്പോഴും അത് റെലവെന്റ് ആയിരിക്കും. പേര് റിവീൽ ചെയ്യാൻ പോവാണേ. പേര് ഈശ്വർ വിജ്രം മേനൻ എന്നാണ്. വിജ്രം എന്ന് പറയുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് കൂടിച്ചേർന്നിട്ടുള്ള പേരാണ്, വിജിത്ത് ആൻഡ് അമൃത. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരാളുടെ പേര് ലൈക്ക് ഒരു ഡിവൈൻ ഗോഡിന്റെ ബ്ലെസ്സിങ്സ് ഒക്കെ ഉള്ള ഒരു പേരായിരിക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതാണ് ഈശ്വർ എന്ന് പേരിട്ടത്. ഭയങ്കര ഹാപ്പി ആണെങ്കിൽ ആ പേര് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര സന്തോഷം തോന്നി. പേര് അനശ്വരാക്കുന്ന രീതിയിൽ ഈശ്വർ ലൈക്ക് കാമായിട്ട് ഫുൾ ആരെന്ത് ചെയ്താലും കുഴപ്പമില്ല, വളയിടൂ വളയിട്ടോളൂ എന്ത് വേണം ചെയ്തോളൂ എന്ന് പറഞ്ഞിരുന്നു. അതന്നെ.